ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 13, ശ്ലോകം 1-2. ഹിരണ്യാക്ഷം താവത് വരദ ഭവതന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനിഃ ശനൈരൂചേ നന്ദൻ ധനുജമപി നിന്ദംസ്തവ ബലം സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസാവിതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപ്തധരണിധരം ഉദ്യന്തമുദഗാത്. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തഃ ഗത്വാ കപടപടുധീഃ പ്ലസ് നാരദമുനിഃ കപടപടുധീർനാരദമുനിഃ ശനൈഃ പ്ലസ് ഊചേ ശനൈരൂചേ നന്ദൻ ധനുജം പ്ലസ് അപി ധനുജമപി നിന്ദൻ പ്ലസ് സ്തവബലം നിന്ദം സ്തവബലം സഹ മായാവി വിഷ്ണുഃ പ്ലസ് ഹരതി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിം ഇദം പ്ലസ് ഇതി കിമിദമിതി തേന പ്ലസ് അഭിഗതിതഃ തേനാഭിഗതിതഃ നദൻ ക്വാസൗ പ്ലസ് ഇതി ക്വാസാവിതി സഹ മുനിനാ ദർശിതപഥഃ ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദഗാത് സംപ്രാപത് ധരണിധരമുദ്യന്തമുദഗാത്. ഹരേ കൃഷ്ണ. 13ാം ദശകം ഹിരണ്യാക്ഷവധം. ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയുമായി യുദ്ധം പണി കടശിയില ഹിരണ്യാക്ഷന് വധം പണ്ണതും അന്ത സമയത്തിലെ മഹർഷിമാരെല്ലാം സ്തുതിക്കപ്പെട്ടതുമാക്കും ഇതിൽ ചൊല്ലപ്പെട്ടത്. ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 18-19 അധ്യായങ്ങളിൽ ചൊല്ലിയിരിക്കപ്പെട്ടതാക്കും ഇങ്ങനെ വിശദമായി ചൊല്ലിയിരിക്കും. താവത് ഭവത് ഭക്തഃ കപടപടുധീഃ നാരദമുനിഃ. അതായത് ഭഗവാൻ കീഴെ പോയി அந்த ഭൂമിയെ തന്നോട് എന്താ ഇതുക്ക് മേലെ കൊമ്പുക്ക് മേലെ ഏത്തി മേലെ കൊണ്ടുവരാൻ അതൊരു ചിന്ന മുത്തങ്ങ അല്ലാട്ട ഒരു ചുണ്ടക്ക മാതിരിക്കാൻ അത്ര ചിന്നതായിരിക്കും. അപ്പോൾ ഭഗവാനോട് രൂപം അത്ര പെരിശായിരുന്നത് അപ്പടിന്ന് ചൊല്ലി നിർത്തിന. അപ്പം എന്താ സമയത്തിൽ നാരദ മഹർഷി ഇരിക്കാറ് ரொம்ப ബുദ്ധിയുള്ള കപടപടുധീഹി നാരദ മഹർഷി എപ്പോഴെങ്കിൽ ரொம்ப ബുദ്ധിയുള്ള നാരദ മഹർഷി വരദ ഭവദന്വേഷണപരം നിജജംഘാപരിമിതേ. ഇപ്പോൾ ഭഗവാനോട് കാലോട് എന്താ പാദമിരിക്കുക അത്ര ഭാഗം താൻ എന്താ ഇതിരിക്കാം. ഇത് സമുദ്രം അത്ര വലിയ രൂപത്തിലിരിക്കപ്പെട്ട എന്താ
ഭഗവാൻ വர സമയത്തിൽ இந்த ஹிரண்யாக்ஷன் வரது பார்த்துட்டு ஹிரண்யாக்ஷனை பார்த்துட்டு சொல்லுறார். அப்போ ஹிரண்யாக்ஷனை ரொம்ப புகழ்த்தி சொல்லுறார். അതേമാതിരി ഭഗവാനെ നികഴ്ത്തിയും ചൊല്ലുറാർ. ഇതും ഭഗവാനോട് ലീലയാക്കും. ഭഗവാനെ ഇകഴ്ത്തിയും ഹിരണ്യാക്ഷനെ പുകഴ്ത്തിയും ചൊല്ലി നീ എന്നാ ലീലൈ ആകണമേ. ഭഗവാൻ വരാഹ അവതാരം എടുത്തതോട് ലക്ഷ്യമേ ഹിരണ്യാക്ഷ വധമാക്കും. അപ്പോൾ அந்த ഹിരണ്യാക്ഷനെ വധം പണർത്തുക്കാക അതുക്കാന ഒരു സന്ദർഭം, ഒരു ശൂന്യതയെ ഉണ്ടാക്കണം. സഹ മായാവി വിഷ്ണു ഭവതീയാം വസുമതിം ഹരതി. அந்த மாயாவியான விஷ்ணு தான் அந்த பூமியை எடுத்துந்து போகிறார். ഭാര്യപ്പെട്ടേന്ന് എടുത്തുകൊണ്ട് പോയിടുறார், തട്ടിപ്പറിച്ചെന്ന് കൊണ്ടുപോகிறாർ. പ്രഭോ കഷ്ടം കഷ്ടം ഇതം കിം ഇതി തേന അഭിഗതിതഃ. എന്നെ കഷ്ടമാക്കിയത് ഇത് ഭൂമിയെ നീയലുവ കൊണ്ടുവച്ച ഹിരണ്യാക്ഷ. ഇതായിപ്പോൾ എന്താ മഹാവിഷ്ണു എടുത്തുകൊണ്ട് പോറാൻ വരെ. സഹ ക്വാ അസൗ ക്വാ അസൗ ഇതി നദൻ. ഉടനെ ഹിരണ്യാക്ഷൻ എങ്ക ആരാക്കും എടുത്തുകൊണ്ട് പോറ എങ്ക എങ്ക എനിക്ക് കേட்கறாரு. எங்கேக்க அந்த விஷ்ணு அப்படின்னு கோபத்தோட கேட்குறாங்க. முனினா தரிசிதபதः தரணிதரம் உதகாது உத்யந்தம் பவந்தம் சம்பிராபது. അപ്പോൾ അപ്പടിവൻ ചത്തം പോട്ടും നിൽക്കപ്പെട്ട ഹിരണ്യാക്ഷനുക്ക് നാരദ മഹർഷി കാട്ടിക്കൊടുക്കുക. അതാപാര് ഭൂമിയെ തലയ്ക്ക് മേലെ ഏറ്റി വെച്ചത് പോറാവാര് അപ്പടിന്നല്ല. മായാവി വിഷ്ണു സ്വതവേ മായാവിയാക്കും ഭഗവാൻ. എന്നാക്കും മായയാക്കും. ഭഗവാൻ കാട്ടപ്പെട്ടത് പൂരാ മായയാക്കും. എന്താ ഉലകമേ മായയിലിരിക്കും. അപ്പം அந்த മായയാക്കും അപ്പടിന്ന് കാട്ടിക്കൊടുക്കുക.